പ്രഗ്നൻസി എന്ന് കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരുടെ മനസ്സിൽ ഓടിയെത്തുന്നത് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു മെമ്മറി ആയിരിക്കും അല്ലേ. എന്നാൽ പ്രഗ്നന്റ് ആയ സമയത്തുള്ള ഡിഫിക്കൽട്ട് ടൈംസിനെ കുറിച്ച് ആരും അധികം ചിന്തിക്കാറുമില്ല, സംസാരിക്കാറുമില്ല. ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ പേര് ഷാദിയ ഫാത്തിമ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രഗ്നൻസി ടൈമിൽ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാ പ്രഗ്നൻസിയും ഒരുപോലെ ആയിരിക്കൂല. പക്ഷേ എന്നാലും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ പല പ്രഗ്നന്റ് മോമിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. ഡെലിവറി എന്ന് പറയുന്നത് ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പ്രഗ്നന്റ് ആയത് മുതൽ ഡെലിവറി ചെയ്യുന്ന ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു 40 ദിവസം അതല്ലെങ്കിൽ 2 മാസവും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വേണമെങ്കിൽ പ്രഗ്നൻസി സിംറ്റംസ് എന്നും പറയാം. പക്ഷെ ഞാൻ പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറയാതെ ഇത് ബുദ്ധിമുട്ടായിട്ട് പറയുന്നത് വേറൊന്നുമല്ല. നമ്മൾ സാധാരണ പ്രഗ്നന്റ് ആകുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ടയർഡ്നെസ്, അതുപോലെ തന്നെ നമുക്ക് ഛർദിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്, ഇതൊക്കെ പ്രഗ്നൻസി സിംറ്റംസ് ആണെന്ന് പറയാറുണ്ട്. പക്ഷെ അത് അനുഭവിച്ചവർക്ക് മാത്രമേ എത്രത്തോളം ഈ ഒരു സിംറ്റംസ് നമ്മളെ ബുദ്ധിമുട്ടാക്കും എന്നുള്ളത് മനസ്സിലാവുള്ളൂ അല്ലെ. അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ ഞാൻ അനുഭവിച്ച ഫസ്റ്റ് മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നോസിയ ആൻഡ് വോമിറ്റിംഗ് ആയിരുന്നു. അതായത് ഓക്കാനവും ഛർദിലും. അപ്പോൾ ഈ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നന്റ് ആയത് മുതൽ നമുക്ക് എല്ലാ പ്രഗ്നന്റ് വിമണിനും ഉണ്ടാവാറുണ്ട്. നമുക്ക് ചില ഫുഡ് കഴിക്കുമ്പോൾ ഓക്കാനം വരാം, അതല്ല എങ്കിൽ ചില സ്മെല്ല് കേൾക്കുമ്പോൾ ഓക്കാനം വരാം. പോട്ടെ, രാവിലെ ഒന്ന് ഉറക്കം എഴുന്നേറ്റ് നമ്മൾ വലിയ കാര്യത്തിലൊന്ന് പല്ല് തേക്കാം അല്ലെങ്കിൽ ബ്രഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ബാത്റൂമിൽ പോകുമ്പോൾ നമുക്ക് ആ പേസ്റ്റ് എടുത്ത് എന്താണ് ബ്രഷിൽ വെച്ച് പല്ല് തേക്കുമ്പോൾ ഒരു ഓക്കാനം അങ്ങോട്ട് വരും അല്ലേ. ഓൾറെഡി നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല പോലെ ചിലപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു പ്രോബ്ലം കൊണ്ടിട്ടാണ് നമ്മൾ പല്ല് തേക്കാൻ പോകുമ്പോഴത്തേക്കും ഈ പേസ്റ്റിന്റെ മണവും കൂടെ അടിക്കുമ്പോഴത്തേക്ക് പിന്നെ പറയണ്ട, അങ്ങോട്ട് നമ്മൾ ഛർദ്ദിച്ച് വീട്ടും. അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ ചിലപ്പോൾ വയറ്റിലൊന്നും കാണില്ല, രാത്രി കഴിച്ച് ദഹിച്ച് കാണും. നമ്മൾ ഓക്കാനം എന്ന് പറഞ്ഞ് ഒരു സാധനം വന്ന് നമ്മൾ ഫുള്ളും ഇങ്ങനെ ഓക്കാനിക്കാൻ തുടങ്ങും അല്ലെ, നോസിയ വരാറുണ്ട്. അതുപോലെ തന്നെ ചില ഫുഡ്, ചില മണം, ഇപ്പം നമ്മൾ ചില പെർഫ്യൂമിന്റെ മണം ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് അടുത്ത് വരുമ്പോൾ നമ്മുടെ ഹസ്ബൻഡിന്റെ സ്മെല്ലാണെങ്കിൽ പോലും ചിലർക്ക് അത് ഒരു ഓക്കാനമായിട്ട് മാറി ചിലപ്പോൾ വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടായെന്ന് വരാം. അപ്പം ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് ആക്ച്വലി ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒരു സിംറ്റംസ് തുടങ്ങിയിട്ടുണ്ട്. അല്ല, അപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആണ് അല്ല, എനിക്ക് മനസ്സിലാവുന്നതിന് മുന്നേ തന്നെ ഈ ഒരു സിംറ്റംസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഈ ഒരു ഓക്കാനം വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഈ നൂഡിൽസ് എന്ന് പറയുന്നത്, മാഗി ഉണ്ടല്ലോ. അപ്പം ഞാൻ നാട്ടിൽ നിന്ന സമയത്താണ് ഞാൻ പ്രഗ്നന്റ് ആയത്. അതോ കഥ ഞാൻ എല്ലാ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഉമ്മ അല്ല, ഞാനാണ് എപ്പോഴും മാഗി ഉണ്ടാക്കാറുള്ളത്. അപ്പം ഞാനാണെങ്കിൽ നാട്ടിൽ വെച്ച് ഈവനിങ് ആയപ്പോൾ മാഗി ഉണ്ടാക്കി കേട്ടോ. മാഗി ഉണ്ടാക്കിയിട്ട് ചില സമയം ഞാൻ വെജിറ്റബിൾസ് ഒന്നും ഇടൂല, സാധാ മാഗി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പുറത്തായിട്ട് ഈ ബുൾസ ഉണ്ടല്ലോ, സണ്ണി സൈഡ് അപ്പ്, അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഞാൻ കഴിക്കും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കി വലിയ കാര്യത്തിൽ ഈ നൂഡിൽസ് കഴിക്കാമെന്നും പറഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ മണം അടിച്ചപ്പോൾ തന്നെ എനിക്ക് തന്നെ ഓക്കാനം വന്നേ. അവസാനം ഞാൻ കഴിച്ചില്ല, കൊണ്ടുപോയി. അതും കൂടെ ആയപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു ഡൗട്ട് തോന്നി, ഞാൻ പ്രഗ്നന്റ് ആണോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് തോന്നി. വേറെ സിംറ്റംസ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ പറയാൻ വഴിയേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനത്തിനോടായിരിക്കും ചിലപ്പോൾ ഈ ഒരു സ്മെല്ല് അടിച്ചിട്ട് നമുക്ക് അത് ഇഷ്ടപ്പെടാണ്ട് ഓക്കാനം അല്ലെങ്കിൽ വോമിറ്റിംഗ് ഒക്കെ വരാറില്ല. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വോമിറ്റിംഗ് ഉണ്ടാവാം. ഈ ഒരു വോമിറ്റിംഗ് അല്ലെങ്കിൽ നോസിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ ഫുള്ള് വരെയും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും. സോ രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ബുദ്ധിമുട്ട് ഹാർട്ട് ബേൺ അല്ലെങ്കിൽ അസിഡിറ്റി എന്ന് പറയും. അപ്പോൾ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നം ഒരുപാടുണ്ടാവും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. നമുക്ക് ഫുഡൊന്നും പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റൂല. നമുക്ക് നല്ല വിശപ്പ് കാണും, പക്ഷേ ഫുഡൊന്നും ഇറങ്ങാത്ത ഒരു അവസ്ഥയായിരിക്കും. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓക്കാനവും ഛർദിലും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. എല്ലാ ഫുഡും ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയെന്നും വരില്ല. ഇഷ്ടമുള്ള ഫുഡ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാതെ മാറും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാൻ ഒട്ടും ഫുഡൊന്നും കഴിച്ചില്ല. ഫുള്ള് ഈ ഓക്കാനോ ഛർദിലോ, എപ്പോഴും ബാത്റൂമിലായിരുന്നു ഈ ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഫുഡ് കഴിച്ചാൽ തന്നെ കഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഛർദ്ദിക്കും, വളരെ കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ ഞാൻ ഫുഡ് ഒട്ടും കഴിക്കാണ്ടായി ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ട് നമുക്ക് വരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നോർമൽ ലൈഫിൽ ഇപ്പം നമ്മൾ നോർമൽ ആയിരിക്കുമ്പോൾ പോലും നമുക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ബോഡിയും ഒക്കെ എങ്ങനെയായിരിക്കും, നമുക്ക് തീരെ എനർജി കാണൂല, നമ്മുടെ ഡെയിലി റുട്ടീൻ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, എപ്പോഴും കിടപ്പിലായിരിക്കും അല്ലേ. അതുപോലെ തന്നെയാണ് അപ്പോൾ ഒരു പ്രഗ്നന്റ് വിമനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എനിക്ക് ഒട്ടും ഫുഡൊന്നും ഇറങ്ങാണ്ട് ഞാൻ ഫുള്ളും കിടപ്പിലായിരുന്നപ്പോൾ
എനിക്കിപ്പോൾ തന്നെ അത് ഇപ്പോഴും എനിക്കത് ആലോചിക്കുമ്പം എനിക്ക് ഓർക്കുമ്പോൾ എനിക്ക് ഒട്ടും ഓർക്കാൻ താല്പര്യമില്ല കേട്ടോ. അങ്ങനത്തെ മനസ്സിലായല്ലോ അല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് ഒട്ടും ഓർക്കാൻ താല്പര്യമില്ല. അപ്പോൾ അത്തരം ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഈ ഒരു ഹാർട്ട് ബേൺ അല്ലെങ്കിൽ അസിഡിറ്റി എന്ന് പറയുന്നത്. വയറ് ചുമ്മാ കത്തിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ തേർഡ് ട്രൈമസ്റ്റർ നോക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കണം. ഈ ഒരു ഹാർട്ട് ബേൺ അല്ലെങ്കിൽ അസിഡിറ്റി പ്രോബ്ലം എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫുള്ളായിട്ടും എൻ്റെ പ്രഗ്നൻസി ജേണിയിൽ, അതായത് എൻ്റെ ഫുൾ പ്രഗ്നൻസി ജേണിയിലും ഇത് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. സെക്കൻഡ് ട്രൈമസ്റ്റർ ആയപ്പം ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നേ. തേർഡ് ട്രൈമസ്റ്റർ ആയപ്പോൾ ഭയങ്കര വിശപ്പായി. കാരണം വയർ എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കും. അസിഡിറ്റി പ്രോബ്ലം ആണ്, മനസ്സിലായ? എപ്പോഴും വിശക്കുന്ന പോലെ തോന്നും. ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കും, പ്രത്യേകിച്ച് രാത്രിയാവുമ്പോൾ. അതും ഒരു 2-3 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ റൂമിൽ ഒരു ബോക്സിലാക്കി ഫുഡ് കൊണ്ടുവയ്ക്കും കേട്ടോ. എന്നിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വയറ് കത്തി വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ആ ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ കിടക്കാറുള്ളത്. എന്നിട്ട് രാവിലെ നേരത്തെ എണീക്കും. ഒരു 6-6:30 അല്ലെങ്കിൽ 7 മണി. ഇതാണ് നേരത്തെ. സാധാരണ ഞാൻ 10 മണിയൊക്കെ ആവും. അപ്പോൾ ഇതെന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെയാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വീണ്ടും എഴുന്നേറ്റ് ഫുഡ് കഴിക്കും. ഇതാണ് എൻ്റെ പതിവ്. കാരണം അസിഡിറ്റി പ്രോബ്ലം ആണ്, മനസ്സിലായി? ഇത് സത്യം പറഞ്ഞാൽ ഗ്യാസിന്റെ പ്രശ്നമെന്ന് പറയാം. പ്രഗ്നൻസി ടൈമിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണ് ഈ ഒരു ഹാർട്ട് ബേൺ അല്ലെങ്കിൽ അസിഡിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോഴേ, സത്യം പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞതും എനിക്കെന്തോ ഈ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം, ഈ ഒരു ഹാർട്ട് ബേൺ അല്ലെങ്കിൽ അസിഡിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പോയ പോലെ തോന്നി. അത് കഴിഞ്ഞുള്ള 1 ആഴ്ച 2 ആഴ്ച ഞാൻ ഫുഡൊന്നും നേരെ കഴിച്ചിട്ടേ ഇല്ല. എനിക്ക് വിശക്കുന്നേ ഇല്ലായിരുന്നു. അതായിരുന്നു സംഭവം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ബുദ്ധിമുട്ട് എന്താണെന്ന് നോക്കാം. അപ്പൊ ഞാൻ അനുഭവിച്ച മൂന്നാമത്തെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എക്സ്ട്രീം ടയർഡ്നെസ് ആൻഡ് ഓൾവേസ് സ്ലീപ്പി. അതായത് എനിക്ക് എപ്പോഴും ടയേർഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഉറക്കം വന്നുകൊണ്ടേയിരിക്കും. ഇത് പ്രത്യേകിച്ചും ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ടയർഡ്നെസ് എനിക്ക് തേർഡ് ട്രൈമസ്റ്ററിൽ ഉണ്ടായിരുന്നു. സെക്കൻഡ് ട്രൈമസ്റ്റർ കമ്പയർ ആണെങ്കിൽ ഭയങ്കര ഞാൻ ആക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആണ് എന്ന് അറിയുന്നതിന് മുന്നേ തന്നെ നല്ലപോലെ ടയേർഡ്നെസ് ഉണ്ടായിരുന്നു. അതായത് എവിടെയെങ്കിലും പോയാലും യാത്ര ചെയ്താലൊക്കെ നിൽക്കുമ്പോഴൊക്കെ ഒരു ഇരിക്കണം അല്ലെങ്കിൽ കിടക്കണോ എന്നുള്ള ഫീലിംഗ് വരും. ടയേർഡ് ആയിട്ട് തോന്നും. ബോഡി എപ്പോഴും ടയേർഡ് ആയിരിക്കും കേട്ടോ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എവിടെയെങ്കിലും പോയാൽ ഒന്ന് ഇരിക്കണം അല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കാൻ വേണ്ടി തോന്നും കേട്ടോ. അങ്ങനെ ടയേർഡ്നെസ് ആയിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും ഉറക്കം വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാൻ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ റിസൈൻ ചെയ്തതാണ്. അപ്പോൾ ജോബിനൊക്കെ പോയിട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടയേർഡ് ആവും. അതുപോലെ തന്നെ എപ്പോഴും ഉറക്കം വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ജോബൊക്കെ റിസൈൻ ചെയ്ത് വീട്ടിലിരുന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാൻ സത്യം പറഞ്ഞാൽ 1 മാസം ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ് 2-ാം മാസമോ 3-ാം മാസമോ ആ മാസം ഞാൻ ഫുൾ ഉറക്കമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. രാവിലെ എഴുന്നേൽക്കുന്നു, ഫുഡ് കഴിക്കുന്നു, കണ്ണൊക്കെ കിറുങ്ങി ഉറക്കം വരും കേട്ടോ. ഉറങ്ങുന്നു, വീണ്ടും ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു, വീണ്ടും രാത്രിയാവുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു. ഇത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ചിലപ്പം പ്രഗ്നന്റ് ഒന്നും ആവാത്തവർക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ആയവർക്ക് വിശ്വസിക്കാൻ പറ്റും. ഞാൻ എൻ്റെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോലും ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് എപ്പോഴും ഉറക്കം വരുന്നു. അപ്പോൾ ഡോക്ടറിന് ഇത് സാധാരണ കോമൺ ആണ് കേട്ടോ, ഉറക്കം വരും. ഡോക്ടർ ആദ്യം ചിരിക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് പറഞ്ഞത് അത് അങ്ങനെയാണ്, ചിലർക്ക് അങ്ങനെ ഉറക്കം വരുമെന്ന് പറയാറുണ്ട്. ഫുൾ ടൈം ഞാൻ ഉറക്കമായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കും, എന്തോന്ന് എപ്പോഴും ഉറക്കം വന്നുകൊണ്ടേ ഇരിക്കും. എനിക്കൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ എന്താണ് പുറം ലോകം കണ്ടിട്ടില്ലെന്ന് വേണം പറയാൻ. രാത്രി ചിലപ്പോൾ ഇടയ്ക്ക് പുറത്ത് പോയാലായി. പക്ഷെ ഭയങ്കരമായിട്ട് ഉറക്കം വന്ന് ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ക്ഷീണവും ഉണ്ടായിരുന്നു. പിന്നെ തേർഡ് ട്രൈമസ്റ്റർ ആയപ്പോഴത്തേക്കും പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് ഉറക്കമൊന്നും ഒട്ടും കാണൂല. അത് ഞാൻ അടുത്ത് ഇനി പറയാനുള്ള ബുദ്ധിമുട്ടിൽ പറയുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നില്ല. പിന്നെ തേർഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വയറൊക്കെ കൂടെ വന്നത് കാരണം. അപ്പോൾ പിന്നെ നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഒന്ന് എഴുന്നേക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നടക്കാനൊക്കെ പിന്നെ പറയണ്ട. ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം, മൂഡ് സ്വിങ്സ്. ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോൾ മുതലേ നമുക്ക് വരും കേട്ടോ. ചിലപ്പോൾ എപ്പോഴും സന്തോഷം വരും, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. ചില സമയം നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഭയങ്കര വിഷമമായിരിക്കും, ദേഷ്യം വരാം. അങ്ങനെ നമ്മുടെ മൂഡ് എന്ത് ചെയ്യും, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. അത് ഇപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്ററിലൊന്നും എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നല്ല പോലെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ ഹെൽത്തും കൂടെ ഒട്ടും ഓക്കെ അല്ലല്ലോ. നമ്മൾ ഹെൽത്ത് വൈസ് ഭയങ്കര വീക്ക് ആയിരിക്കുമല്ലോ. അതും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ വേറെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൂടി വരെയാണ് ലാസ്റ്റ് ട്രൈമസ്റ്റർ. പ്രത്യേകിച്ച് പ്രസവിക്കാറാവുമ്പോൾ ഒരു 38th 39th വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ പിന്നെ നല്ല രീതിയിൽ നമുക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും. സോ ഇനി ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് പ്രോബ്ലം ആണ്. സോ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കുഴപ്പമില്ല, നല്ല പോലെ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഉറക്കമായിരുന്നു. സെക്കൻഡ് ട്രൈമസ്റ്റർ ആയപ്പം അങ്ങോട്ട് പതിയെ ഉറക്കം കുറയാൻ തുടങ്ങി. കാരണം നമ്മുടെ വയറൊക്കെ വലുതായി, കുഞ്ഞ് വലുതായിക്കൊണ്ട് ഇരിക്കുകയാണല്ലോ.
അപ്പോൾ പിന്നെ നമുക്ക് കിടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ ചെറുതായിട്ട് ഉറക്കമൊക്കെ കുറയാൻ തുടങ്ങി. പിന്നെ കുഞ്ഞിൻ്റെയൊക്കെ ചവിട്ടൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ പിന്നെ ഉറക്കത്തിലായിരിക്കും നമുക്ക് ചവിട്ട് കിട്ടുന്നത്. അപ്പം നമ്മൾ എഴുന്നേക്കും. പിന്നെ തേർഡ് ട്രൈമസ്റ്റർ ആയപ്പോൾ തീരെ ഉറക്കമില്ല കേട്ടോ. ഒട്ടും ഉറങ്ങൂല. തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും കമിഴ്ന്നിട്ടും എങ്ങനെ കിടന്നിട്ടും നമുക്ക് ഉറക്കം വരാതെ ഭ്രാന്തെടുക്കും കേട്ടോ. അതാണ് തേർഡ് ട്രൈമസ്റ്ററിലെ ഈ സ്ലീപ്പിംഗ് പ്രോബ്ലം. ഭയങ്കര പ്രശ്നമാണ്. ഉറക്കം കൂടെ ഇല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അടുത്ത ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഒട്ടും എനർജി കാണൂല. ഒരു കാര്യവും ചെയ്യാൻ വേണ്ടി തോന്നൂല കേട്ടോ. നല്ലപോലെ ഉറക്കക്ഷീണം ഉണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് ഈ വയറും കൂടെ ഉള്ളപ്പോഴേ തേർഡ് ട്രൈമസ്റ്ററിൽ നമുക്കൊന്ന് എനിക്ക് കുറച്ച് നേരം ഒന്ന് റൈറ്റ് സൈഡിൽ കിടക്കാൻ തോന്നിയേ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എംറു വയറ്റി കിടന്നപ്പോൾ അവൻ എന്നെ ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് കിടക്കാൻ സമ്മതിച്ചിട്ടേ ഇല്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൻ എപ്പോഴും ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണാമല്ലോ അല്ലേ, ഈ ലെഫ്റ്റ് സൈഡിൽ വയറിൻ്റെ ഇവിടെയാണ് കുറച്ചും കൂടെ മുകളിലോട്ട് കയറി ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും അവൻ ഈ സൈഡിലായിരിക്കും. ലെഫ്റ്റ് സൈഡിലാണ് റൈറ്റ് സൈഡിലാണ് ലെഫ്റ്റ് സൈഡിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവൻ എന്നെ ഒരിക്കലും ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് കിടക്കാൻ സമ്മതിക്കുകയില്ല. ഞാൻ എപ്പോഴും റൈറ്റ് സൈഡിൽ കിടക്കാൻ. റൈറ്റ് സൈഡിൽ കിടന്ന് നടന്ന് എനിക്ക് ഇവിടെയൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ കിടക്കുക എന്ന് വെച്ചാൽ ഉറക്കമൊന്നും വരില്ല. നമ്മൾ അടുത്ത് കിടക്കുന്ന നമ്മുടെ ഭർത്താവ് സുഖമായിട്ട് ഉറങ്ങിയായിരിക്കും കൂർക്കം വലിച്ച്. പക്ഷെ നമുക്ക് അതും കൂടെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ ദേഷ്യം വരും കേട്ടോ. നമുക്കാണെങ്കിൽ ഉറക്കവും വരില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, എപ്പോഴും മൂത്രമൊഴിക്കാൻ മുട്ടും, മുള്ളാൻ മുട്ടി പോവും. അത് ഞാൻ അടുത്ത് പറയാം. ഓക്കെ, അതും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് നിവർന്ന് കിടന്ന് മലന്ന് കിടന്ന് എങ്ങനെയെങ്കിലൊക്കെ കിടന്നാലും നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഈ ഒരു ഉറക്കമില്ലായ്മ വലിയ ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഫ്രീക്വന്റ് യൂറിനേഷൻ. അപ്പോൾ ഇതിനെപ്പറ്റി ഭയങ്കര ആധികാരികമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ ജനിച്ച മുതലല്ല, എനിക്കൊരു അറിവ് വന്ന മുതൽ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഗ്നന്റ് ആയപ്പം പിന്നെ ഒട്ടും പറയണ്ട, എപ്പോഴും ഞാൻ ബാത്റൂമിലാണ്. അല്ലെങ്കിൽ 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ കൂടെ ബാത്റൂമിലോട്ട് വിസിറ്റ് ചെയ്യാറുണ്ട്. ഇതും കൂടെ ആയപ്പോൾ പിന്നെ എനിക്ക് ഒട്ടും എന്താണ്, പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആകുമ്പോൾ ഒന്ന് ഉറങ്ങണം. ചിലപ്പോൾ നമുക്ക് ഉറക്കം വരാതിരുന്ന് എങ്ങാനും വെളുപ്പിനേക്ക് ആകുമ്പോൾ ഉറക്കം വന്നു കഴിഞ്ഞാൽ അപ്പം മൂത്രമൊഴിക്കാൻ പറ്റും. നേരെ ബാത്റൂമിലോട്ട് ഓടും. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അങ്ങനെ ഗ്യാപ്പിട്ട് എപ്പോഴും ഞാൻ ബാത്റൂമിൽ പൊക്കോണ്ടേയിരിക്കും. എസ്പെഷ്യലി തേർഡ് ട്രൈമസ്റ്ററിൽ ലാസ്റ്റ് പ്രസവിക്കാറായ ആ ഒരു ലാസ്റ്റ് 1 to 2 വീക്സ് എൻ്റെ അമ്മോ എപ്പോഴും മൂത്രമൊഴിക്കാൻ മുട്ടായിരുന്നു. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ പുറത്ത് പോവുകയാണെങ്കിൽ എപ്പോഴും വാഷ്റൂമിൽ എവിടെ വാഷ്റൂം ഉണ്ടോ അവിടെ ഒരു 1, 2, 3 തവണയെങ്കിലും പോകും. അപ്പോൾ റീക്ക ചോദിക്കും, ഇപ്പം അല്ലേ നീ വാഷ്റൂമിൽ പോയെന്ന്. അപ്പം ഞാൻ പറയുന്ന റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ, പ്രഗ്നന്റ് ആവണതിന് മുന്നേ റീക്ക അറിയാലോ ഞാൻ എങ്ങനെയാണ് വാഷ്റൂമിലാണെന്ന്. അപ്പോൾ പിന്നെ പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ എന്ന് പറയും. ഓക്കെ, അങ്ങനെ എപ്പോഴും ബാത്റൂമിലായിരിക്കും കേട്ടോ പോകുന്നത്. അയ്യോ, ബാത്റൂമിൽ പോയി തന്നെ ഒരു വഴിയാവും. നമ്മൾ ചുമ്മാ മൂത്രമൊഴിക്കാൻ പോയി കേൾക്കുമ്പോൾ ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നുമല്ലേ? പക്ഷെ ഇത് യഥാർത്ഥ കാര്യമാണ്. നിങ്ങൾ പ്രഗ്നന്റ് ആയവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലേ? അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കോമന്റ് ചെയ്യണം കേട്ടോ. അല്ലേ, നമ്മളെല്ലാവരും അങ്ങനെയാണ്. പ്രഗ്നന്റ് ആകുമ്പോൾ ഇങ്ങനെ ചുമ്മാ ബാത്റൂമിൽ പൊക്കോണ്ടിരിക്കും. അടുത്ത ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഫീലിംഗ് അൺകംഫർട്ടബിൾ. എപ്പോഴും നമ്മൾ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അതായത് നമുക്ക് പ്രത്യേകിച്ചും വയറ് വരുമ്പോൾ കേട്ടോ, ഒരു 7-8 മാസം ആകുമ്പോഴത്തേക്ക് നല്ല പോലെ വയറ് വരും. അപ്പം നമുക്കൊന്ന് നിൽക്കാനോ ഇരിക്കാനോ നടക്കാനോ, കുറച്ചു നേരം നടക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കിതയ്ക്കുമല്ലേ, നമുക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റൂല. ഒന്ന് പുറത്തിറങ്ങി, ചിലപ്പോൾ ഞാനൊക്കെ ഹോസ്പിറ്റലിൽ പോകാൻ സമയമേ സ്കാനിങ്ങിനും ഇതിനൊക്കെ പോകുമ്പോഴത്തേക്കും ഒന്ന് പുറത്തിറങ്ങി നടന്നു പോയെന്ന് ഇരുന്നാൽ മതി, ഭയങ്കരമായിട്ട് തളർന്ന പോലെ തോന്നിയിട്ട് ഒരു കിതയ്ക്കാനൊക്കെ തോന്നും. എപ്പോഴും ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നും. എൻ്റെ ബ്രദർ എപ്പോഴും ഞാൻ കളിയാക്കുമായിരുന്നു, അവൻ കസേരയിട്ട് ഇവിടെ കയറി നിന്റെ വയറ് ഇരിക്കുകയാണെന്ന്. എനിക്ക് എപ്പോഴും അറിയാൻ പറ്റും, തൊടുമ്പോൾ അവൻ ഇങ്ങനെ മുകളിലോട്ട് കയറി ഇരിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ എനിക്ക് ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല. അതുമല്ല ഇവൻ ഭയങ്കര ചവിട്ടായിരുന്നു. കിടക്കുമ്പോൾ ആണെങ്കിലും ചുമ്മാ ചവിട്ടും. അതുപോലെ തന്നെ കുറച്ചു നേരം നിൽക്കുമ്പോൾ തന്നെ വയറൊക്കെ കിഴച്ച് ഭയങ്കരമായിട്ട് വയറ് വേദനിക്കുമായിരുന്നേ. കിടക്കുമ്പോൾ ആണെങ്കിൽ നമുക്കൊന്ന് അങ്ങോട്ട് തിരിയാനോ ഇങ്ങോട്ട് തിരിയാനോ പറ്റില്ല, ഉറക്കമില്ല. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എപ്പോഴും ഫീൽ ആയിക്കൊണ്ടേയിരിക്കും. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ബാക്ക് പെയിൻ ഓർ ബോഡി പെയിൻ. മെയിൻ ആയിട്ട് സ്റ്റൊമക് പെയിൻ ആണ്. അതായത് നമ്മൾ പ്രഗ്നൻസി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വിചാരിക്കും നമ്മൾ പീരീഡ്സ് ആവാൻ പോകുന്നെന്ന്. കാരണം അങ്ങനെ വയറ് വേദനിച്ചുകൊണ്ടേ ഇരിക്കുമല്ലേ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വയറ് വേദനിക്കും. നമ്മൾ വിചാരിക്കും ഇപ്പോൾ പീരീഡ്സ് ആവും, ഞാനും അങ്ങനെ ഇന്ന് നാളെ പീരീഡ്സ് ആവും അല്ലെങ്കിൽ മറ്റന്നാൾ പീരീഡ്സ് ആവും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര പീരീഡ്സിന്റെ ഒരു പെയിൻ പോലെ നല്ലൊരു സ്റ്റൊമക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. അത് പോട്ടെ, അത് നമുക്ക് സഹിക്കാൻ പറ്റും. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത, അതായത് എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു. എൻ്റെ അല്ലാ, ഒരു 4 മാസം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. 4-ാം മാസത്തിൽ കേട്ടോ, എനിക്കൊരു 4 മാസമാവേ. ഞാൻ ആ ടൈമിൽ ഖത്തറിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വലിയ കാര്യത്തിൽ എന്താണ് നല്ല അടിപൊളി 4 മാസമൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് വന്നു. ഫസ്റ്റ് ട്രൈമസ്റ്റർ മാറി സെക്കൻഡിലോട്ട് കയറിയപ്പോൾ ഞാൻ അങ്ങ് ആക്റ്റീവ് ആവാൻ തുടങ്ങി.
അപ്പോഴത്തേക്കും ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്ത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കുക്കിംഗ് ഒന്നും ചെയ്തില്ലായിരുന്നു. ഞാൻ എന്തോ ഫിഷൊക്കെ തലേദിവസം മാർക്കറ്റിൽ ചെന്ന് ഞാൻ റീക്കായും ഫിഷൊക്കെ മേടിച്ചോണ്ട് വന്ന് നല്ല അടിപൊളി അയല മീൻ കറിയോ എന്തോ വച്ച് തോരന വിഴുക്ക എന്തൊക്കെയോ വെച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി സോഫയിൽ വന്നിരുന്നു. ഇരുന്നിട്ട് ഒരു വാ എടുത്ത് വച്ചതും എനിക്കങ്ങ് എൻ്റെ വയറിൽ ഇടത്തെ ഭാഗത്തായിട്ട് ഒരു കൊളുത്തി പിടിക്കുന്ന പോലെ ഒരു വേദന വന്നു. എനിക്ക് ചുറ്റുമുള്ള ഒന്നും, തട്ടത്തിൻ മറയത്തിൽ പറയുന്ന പോലെ എനിക്ക് ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റിയില്ല. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന. എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് അത്തരം ഒരു വേദന, പീരീഡ്സ് പോലത്തെ വേദനയേ അല്ല, ഈ ഒരു വേദന എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനങ്ങ് പെട്ടെന്ന് റീക്കായും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. പെട്ടെന്ന് അങ്ങ് ഞാനങ്ങ് കരയാൻ തുടങ്ങി, സഹിക്കാൻ പറ്റാതെ. അപ്പൊ റീക്ക അങ്ങ് പേടിച്ചു പോയി. ആദ്യമായിട്ടാണല്ലോ ഈ ഒരു, ഞാൻ പ്രഗ്നന്റ് ആണ്, റീക്കാണെങ്കിൽ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ പേടിയാണ്. പെട്ടെന്ന് പേടിച്ച് റീക്ക എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ പെട്ടെന്ന് ടെൻഷൻ ആവുന്ന ആളാണ്. ഫ്രണ്ടിനെയൊക്കെ വിളിച്ച് വേഗം തന്നെ ആംബുലൻസ് ഇട്ട്, അപ്പൊ ഫ്രണ്ടും അമ്മയും കൂടെ എന്തോ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പൊ ആന്റിയും ആ ചേട്ടനും കൂടെ വേഗം വന്നേട്ടോ വീട്ടിൽ. പിന്നെ ആംബുലൻസ് ഒക്കെ ഇട്ട് എന്നെ വേഗം തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആംബുലൻസിൽ വെച്ചാൽ എനിക്ക് ആ വേദനയൊക്കെ കുറഞ്ഞു തുടങ്ങി. അവിടെ പോയപ്പം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്ന വേദനയാണ്, ഇത് നോർമൽ ആണെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ നോർമലാ, അങ്ങനെ ഞാൻ വിചാരിച്ചു ശരി നോർമൽ ആണെന്നും പറഞ്ഞു. പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. വേദന മാറിയപ്പം പിന്നെ ഓക്കെ ആയി. വീണ്ടും ഇതുപോലെ എല്ലാ മാസത്തിലും 5, 6, 7, 8 ഞാൻ പ്രസവിക്കുന്ന വരെയും എനിക്ക് ഈ ഒരു വേദന ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകാറുണ്ട്. പ്രത്യേകിച്ചും രാവിലെ ഉറക്കത്തിൽ കേട്ടോ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടായിരിക്കും കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഈ ഒരു വേദന വരുന്നത്. അത് അനുഭവിച്ചവർ, ഈ ഒരു വേദന വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കോമന്റ് ചെയ്യണേ. അതായത് എൻ്റെ താത്ത പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് താത്താക്ക് ഇങ്ങനെയുള്ള വേദനയൊന്നും വന്നിട്ടില്ല കേട്ടോ. താത്ത വേറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ലെഗ് പെയിൻ ആണെങ്കിൽ നീര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഈ ഒരു വേദന, കൊളുത്തിപ്പിടിക്കുന്ന വേദന വന്നിട്ടില്ല. എനിക്ക് എല്ലാ പ്രാവശ്യവും വന്നു. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന സമയം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ട്. പിന്നെ എനിക്കത് മനസ്സിലായി കോമൺ ആണെന്ന്. പക്ഷേ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല കേട്ടോ ആ വേദന വന്ന. അപ്പം ഞാൻ വിചാരിക്കും അയ്യോ ഈ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അപ്പം ഞാൻ എങ്ങനെ ഡെലിവറി പെയിൻ സഹിക്കും, ഡെലിവറി പെയിൻ എത്രത്തോളം, അതിൻ്റെ ആ ഒരു പെയിൻ ഇൻറ്റൻസിറ്റി എന്തുമാത്രം ഉണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. ചില സമയം ഞാനാണെങ്കിൽ കരയും ആ വേദന കാരണം. ഞാൻ ഒരു 5-10 മിനിറ്റ് ആ ഒരു വേദന കാണും കേട്ടോ. ചിലപ്പോൾ 2 മിനിറ്റിൽ പോവാം. അപ്പൊ ഞാൻ ഇരുന്ന് അങ്ങ് കരയും കേട്ടോ. കരഞ്ഞിട്ടാണ് ആ വേദന പോയിപ്പിക്കുന്നത്. എന്തെല്ലാം ബുദ്ധിമുട്ടല്ലേ നമ്മൾ സഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നല്ലപോലെ ചിലപ്പോൾ ചിലർക്ക് ബോഡി പെയിൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ സ്റ്റൊമക് പെയിൻ, പിന്നെ ലെഗ് പെയിൻ വരുമല്ലോ. ഒരുപാട് പേർക്ക് ഈ വയറൊക്കെ വന്ന് കഴിയുമ്പോൾ കാലിൽ നീരൊക്കെ വന്നിട്ട് കുറച്ച് നേരമൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് പേർക്കുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എൻ്റെ സിസ്റ്ററിനൊക്കെ അങ്ങനെയായിരുന്നു, നീരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ കാലിൽ നീരോ ഒന്നും വന്നിട്ടില്ല. ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് അത് പോയി കേട്ടോ. ഒരു 6-7 മാസത്തിൽ എനിക്ക് ചെറുതായിട്ടൊന്ന് കാലിൽ നീര് വന്നിരുന്നു. പിന്നെ അത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് പോയി. അങ്ങനെ എനിക്ക് ഓവറായിട്ട് നീരോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ പകരം ഈ ഒരു സ്റ്റൊമക് പെയിൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പെൽവിക് പെയിൻ ചില സമയം ഇങ്ങനെ നമുക്ക് ഇരിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ചില സമയം ഇങ്ങനെ പെൽവിക്കിലായിട്ടൊരു വേദന വരാറുണ്ട്. അപ്പൊ ആദ്യമായിട്ട് വന്നപ്പോൾ ഞാൻ അങ്ങ് പേടിച്ചു പോയി. നമ്മൾ ഹോസ്പിറ്റലിൽ പോയതാണ്. പിന്നെ അങ്ങനെ ഹോസ്പിറ്റലൊന്നും പോയില്ല. കോമൺ ആണെന്ന് മനസ്സിലായപ്പം അങ്ങ് സഹിക്കണം, അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ ബാക്ക് പെയിൻ വരാറുണ്ട്. അപ്പോൾ സാധാരണ ഈ വയറൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമുക്കറിയാലോ കുഞ്ഞിന്റെ വെയിറ്റ് ഒക്കെ കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ നട്ടിൽ ചെറുതായിട്ടൊന്ന് വളയും. അപ്പം നമ്മളൊന്ന് വയറ് തള്ളി, പ്രഗ്നന്റ് വിമൺ ഒക്കെ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, വയറ് തള്ളിയായിരിക്കും നടക്കുന്നത്. ആക്ച്വലി അത് അവരങ്ങനെ തള്ളിപ്പിടിക്കുന്നതല്ല, കുഞ്ഞ് വലുതായി വരുന്നതോറും ഓട്ടോമാറ്റിക്കായി നമ്മുടെ ബോഡി ഇങ്ങനെ വളഞ്ഞു പോകും, നടു ഇങ്ങനെ വളഞ്ഞു പോകും. അപ്പം നമുക്ക് വെയിറ്റ് ഒക്കെ കാരണമേ ബാക്ക് പെയിൻ്റെ ഇഷ്യൂ വരാറുണ്ട്. കിടക്കുമ്പോഴൊക്കെ ബാക്ക് പെയിൻ ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ വയറ് വന്ന സമയത്ത് ലാസ്റ്റ് ട്രൈമസ്റ്റർ ആയപ്പോഴും ചെറുതായിട്ട് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് അങ്ങനെ ബാക്ക് പെയിൻ്റെ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ചിലർക്ക് നല്ല മിക്കവർക്കും ഈ ബാക്ക് പെയിൻ്റെ പ്രോബ്ലം വരാറുണ്ട്. കുഞ്ഞിന്റെ വെയിറ്റ് വരുമ്പോഴത്തേക്കും ബാക്ക് പെയിൻ നല്ല പോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുറച്ചു നേരം നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ല, നല്ല ബാക്ക് പെയിൻ ആയിരിക്കും. നമുക്കൊന്ന് കിടന്നിട്ട് എഴുന്നേറ്റാൽ മാത്രമേ ആ വേദന മാറുള്ളൂ. അങ്ങനെ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇപ്പോൾ പ്രഗ്നന്റ് ആണെങ്കിലും ശരി, അതല്ലെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ എൻ്റെ പ്രഗ്നൻസി സമയത്ത് ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഫിയർ ഓഫ് ലേബർ ആണ്. സത്യം പറയാലോ, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പ്രസവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ
അതും ഫസ്റ്റ് ടൈം മോം ആകുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും വലുതായിട്ട് വലിയ ധാരണയൊന്നും കാണൂലല്ലോ. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഞാൻ ഈ ഒരു ഓൾറെഡി നമുക്ക് മൂഡ് സ്വിങ്സും സ്ട്രെസ്സും കാര്യങ്ങളും ബോഡി പെയിനും അതും ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് എന്ത് ചെയ്യുന്നു വെച്ചാൽ യൂട്യൂബിൽ കയറി ഇരുന്നിട്ട് പല ഡെലിവറി വ്ളോഗ്സും അവരുടെ ഡെലിവറി എക്സ്പീരിയൻസും ഇതൊക്കെ കാണാറുണ്ട്. ഈ ഡെലിവറി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് എല്ലാ അമ്മമാർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഓക്കെ, ഇതൊന്നും അപ്പോൾ പലരും പല കാര്യങ്ങളാണ് പറയുന്നത്. അവരുടെ ലൈഫിൽ അനുഭവിച്ച പല ഡെലിവറി എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ പലരും പറയുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പ്രത്യേകിച്ച് തേർഡ് ട്രൈമസ്റ്റർ ആയപ്പോൾ. അതും ഒരു 8-ാം മാസം, 7-ാം മാസം, 7-ാം മാസം ആയപ്പോൾ തന്നെ എനിക്ക് അയ്യോ ഇനിയിപ്പോൾ ദിവസങ്ങളില്ലല്ലോ, 2 മാസവും കൂടെ കഴിഞ്ഞാൽ ഞാൻ പ്രസവിക്കുമല്ലോ എന്നും പറഞ്ഞ് എൻ്റെ സിസ്റ്റർ ഓൾറെഡി എൻ്റെ അടുത്ത് പറയുന്നു ഈ ഡെലിവറി എക്സ്പീരിയൻസ് ഒന്നും ഇരുന്ന് കാണില്ലെന്ന്. പക്ഷെ ഞാൻ കാണുമായിരുന്നു. നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, നമുക്ക് എന്തോ ആവാലോ എന്നല്ല, ഇതുപോലെ വീഡിയോസ് ഒക്കെ കാണാമല്ലോ, ഫോണിൽ സെർച്ച് ചെയ്താൽ വരുന്നതാണ്. അപ്പോൾ ഞാനിരുന്ന് ഇതൊക്കെ കാണും. എന്നിട്ട് രാത്രി ആകുമ്പോൾ കിടക്കാൻ നേരം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് അത് ആലോചിച്ച് ഇനി ദിവസങ്ങളില്ലല്ലോ, ഇനി ഞാൻ പ്രസവിക്കുമല്ലോ, പ്രസവ വേദന അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ആലോചിച്ചേ. രാത്രി കിടക്കുമ്പോൾ ആണെങ്കിൽ റീക്കോടെ പറയാം, റീക്ക എനിക്ക് പേടിയാവുന്നു, ഇനി അധികം. അപ്പോൾ റീക്കോടെ ഇനി 1 മാസം ഉണ്ട് അല്ലെങ്കിൽ ഇനി 2 മാസം ഉണ്ട്, നീ എന്തിനാണ് പേടിക്കണേന്ന് പറയും കേട്ടാ. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സംഭവം ഇതാണ്, മനസ്സിലായല്ലോ. ഞാൻ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഈ ഇരുന്ന് പേടിക്കുന്നത്. അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു എനിക്ക് പ്രസവിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ലാസ്റ്റ് നിമിഷങ്ങളൊക്കെ ആയപ്പോൾ എനിക്ക് എങ്ങനെയും പ്രസവിച്ചാൽ മതി എന്നായിരുന്നു. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രഗ്നന്റ് ആയ മുതലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയും പേടിയാണെങ്കിലും ശരി, എങ്ങനെയും ഒന്ന് പ്രസവിച്ചാൽ മതി എന്നായി കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിയർ എന്ന് പറയുന്നത് എൻ്റെ അമ്മോ, നമ്മൾ ലാസ്റ്റ് മാസങ്ങളൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന ഒരു എന്താണ് പറയുക, ഒരു വേസ്റ്റ് തിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഡെലിവറിയുടെ പേടി മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് അമ്മയും കുഞ്ഞും ഒക്കെ ഹെൽത്തി ആയിട്ട് തിരിച്ചു വരുമോ, ഈ സിനിമയിലൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ റിയൽ ലൈഫിലും നടക്കുന്ന ഒരു കാര്യമാണ്. ഡെലിവറി കഴിഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോവോ, ഇങ്ങനെയുള്ള പല നെഗറ്റീവ് തോട്ട്സും നമുക്ക് ഉണ്ടാവാറുണ്ട് ഈ ലാസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോൾ. അതിൻ്റെയോടൊപ്പം തന്നെ നമുക്ക് ഇതൊക്കെ കൂടെ നമ്മൾ ചിന്തിച്ചിട്ട് ചിലപ്പം ഓവർ തിങ്ക് ചെയ്തിട്ട് ഭയങ്കര സ്ട്രെസ്സൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റിയൊക്കെ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ ഒരുപാട് വരാറുണ്ട്. പ്രത്യേകിച്ച് ഡെലിവറി ടൈം അടുക്കുമ്പോഴാണ് കൂടുതലും ഇത് വരുന്നത്. നമുക്ക് പേടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ നെഗറ്റീവായിട്ടൊക്കെ ചിന്തിക്കാറുള്ളത്. പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറി എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ പ്രഗ്നന്റ് ആവുന്ന മുതൽ ഒരമ്മ ഇത്രയും കാര്യങ്ങൾ അനുഭവിക്കാറുണ്ട്. അതേപോലെ തന്നെ ഡെലിവറി പെയിന് മാത്രമല്ല, ഡെലിവറി കഴിയുമ്പോഴും നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഇടയിലും നമ്മൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴത്തേക്കും ഈ വേദനകളൊക്കെ നമ്മൾ മറന്നു പോകും അല്ലേ. എത്രയൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിക്കാറുണ്ട്. എങ്കിൽ പോലും കുഞ്ഞിന്റെ മുഖവും അല്ലെങ്കിൽ ആ ഒരു ചിരിയൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു വേദനകളൊക്കെ നമ്മൾ മറക്കാറുണ്ട്. അപ്പോൾ പ്രഗ്നൻസി എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല പ്രഗ്നൻസി ജേർണി എന്ന് പറയുന്നത്. ചിലർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, ചിലർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളെ ഉണ്ടാവുള്ളൂ, ചിലർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡെലിവറി എക്സ്പീരിയൻസ് ഒക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഒരുപോലെ ആണെന്നൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ അനുഭവിച്ച പ്രഗ്നൻസി ടൈമിൽ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ ആരെയും പേടിപ്പിക്കാനൊന്നും അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ പ്രഗ്നന്റ് ആകുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നേരത്തെ മനസ്സിലാക്കിയാൽ കുറച്ചൊന്ന് മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, ജേർണി ഡിഫറെൻ്റ് ആയിരിക്കും. ഗൈസ്, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതിന് വേറൊരു ഉദ്ദേശവും കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഈ പ്രഗ്നന്റ് ആവുമ്പോൾ ഇത്തരം സിംറ്റംസ് ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ അത് എത്രത്തോളം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണെന്ന് ആർക്കും അധികം അറിഞ്ഞുകൂടായിരിക്കും. ഇപ്പം എനിക്ക് പോലും ഇതിൽ പല സിംറ്റംസ്, ടയേർഡാണ് അല്ലെങ്കിൽ ഓക്കാനം വരും, ഛർദിൽ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. പക്ഷെ വേറൊന്നും അങ്ങനെ വലുതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, പ്രത്യേകിച്ചും ഈ സ്റ്റൊമക് പെയിൻ എന്ന് പറയുന്ന കാര്യമൊക്കെ. അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് വന്നപ്പോൾ ഞാൻ ഭയങ്കര മെന്റലി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. സോ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചിരുന്നാൽ കുറച്ചൊന്ന് മെന്റലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ആരും ഈ ഒരു വീഡിയോ അങ്ങനെ അധികം നെഗറ്റീവായിട്ട് എടുക്കണ്ട. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ അറിയാമല്ലോ, അമ്മയാവാൻ വേണ്ടി കൊതിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയതിൽ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുക തന്നെ വേണം. പക്ഷേ നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് അറിഞ്ഞിരുന്നാൽ മെന്റലി പ്രിപ്പയർ ആയിട്ടിരിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമുക്ക് പ്രഗ്നന്റ് ആയി ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് വരുമ്പോൾ എപ്പോഴും കുഞ്ഞിൻ്റെ
മുഖം കാണുമ്പോൾ നമുക്ക് ഹാപ്പി ആയിരിക്കും. നമ്മുടെ ലൈഫിൽ കുഞ്ഞൊക്കെ വരുമ്പോൾ അത് വേറൊരു ലൈഫാണ് കേട്ടോ. നമ്മുടെ ലൈഫ് മൊത്തത്തിൽ മാറും. അപ്പോൾ അത് അത്രത്തോളം ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രഗ്നൻസി ജേർണിയിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ, ഈ ഒരു ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് ആരെങ്കിലും നേരത്തെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഞാനാണെങ്കിലും സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്തുകൊണ്ടും നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടേറി നമ്മളൊരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് തന്നെയാണ്. ആ ഒരു നിമിഷം എന്ന് പറയുന്നത് എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാവേ.